നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയും മകനുമായ അഫാനെ കാണാൻ ആഗ്രഹമില്ലെന്ന് പിതാവ് അബ്ദുൾ റഹീം പറയുന്നു. അഫാൻ കാരണമുണ്ടായ നഷ്ടം വലുതാണ്. ആശുപത്രിയിലായിരുന്ന ഭാര്യ ഷെമീനയുടെ ആരോഗ്യനിലയിൽ ആശ്വാസമുണ്ട്. ഷെമീനയെ കഴിഞ്ഞ ദിവസമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. ഇളയ മകൻ കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ICUവിൽ വെച്ച് ഭാര്യയെ അറിയിച്ചിരുന്നു. വിവരമറിഞ്ഞ് ഷെമീന പൊട്ടിക്കരഞ്ഞു. 2 ദിവസം കഴിഞ്ഞാണ് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ബാക്കി മരണങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞത്. അഫാനാണ് അതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണ് ഷെമീനയുടെ മറുപടി. ഒരു പാറ്റയെ പോലും പേടിയായിരുന്ന അവൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഷെമീന ചോദിക്കുന്നത്. പരിക്കു പറ്റിയത് കട്ടിലിൽ നിന്ന് വീണതെന്നാണ് ഷെമീന ഇപ്പോഴും പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാത്ത അവസ്ഥയാണെന്നും അബ്ദുൾ റഹീം പറയുന്നു. സൗദിയിൽ 2 ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞത്. ഇവിടത്തെ സാമ്പത്തിക ബാധ്യതകളുമുണ്ട്. ഗൾഫിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. മക്കൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ അവരില്ല. സൗദിയിൽ 10 ലക്ഷത്തോളം രൂപ ബാധ്യതയുണ്ടായിരുന്നു. നാട്ടിൽ എൻ്റെ അറിവിൽ 10 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഉള്ളത്. 60 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് അബ്ദുൾ റഹീം പറയുന്നു.